Hello everyone, welcome to CS Classroom. നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുവാണ്. മൊഡ്യൂൾ 2ൽ രണ്ട് സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോമ്പിനേഷൻ ലോജിക് ഡിസൈൻ ആൻഡ് മോഡലിംഗ് കോൺകറന്റ് ഫങ്ഷണാലിറ്റി ഇൻ വെരിലോഗ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 3 ടോപ്പിക്സ് ആണ്. ഒന്ന് ബൂളിയൻ അൽജബ്ര ഓപ്പറേഷൻസ് എന്താണ്, ദെൻ ബൂളിയൻ അൽജബ്ര ആക്സിയോംസ്, ദെൻ തിയറംസ് എന്തൊക്കെയാണ് നമ്മൾ ബൂളിയൻ അൽജബ്രയിൽ നോക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അൽജബ്ര, ദെൻ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബൂളിയൻ അൽജബ്ര. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ ഓപ്പറേഷൻസും ആക്സിയോംസും തിയറംസ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താ ബൂളിയൻ അൽജബ്ര? ആദ്യം നമ്മൾ അൽജബ്ര എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഡിഫൈൻഡ് ഫോർ എ നമ്പർ സിസ്റ്റം. ഓൾറൈറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്പർ സിസ്റ്റം 0 to 9 ആണ്, റൈറ്റ്? ഇനി ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ്. സപ്പോസ് ഞാൻ ഇങ്ങനെ പറയാണ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5, ഓക്കെ, ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1. എക്സ് എന്തായിരിക്കും? സോ ദിസ് ഈസ് ആൻ അൽജബ്ര. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? റൂൾസ് ഉണ്ട്, കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, റൈറ്റ്? ഇത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈ ഈക്വൽ ടുന്റെ അപ്പുറം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ എന്താണ്? ദീസ് ആർ സെറ്റ് ഓഫ് റൂൾസ്, ഓക്കെ, ആൻഡ് വി ആർ പെർഫോമിംഗ് സം ഓപ്പറേഷൻസ്. ഇതൊക്കെ എന്താണ്? അൽജബ്രയെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓൾറൈറ്റ്, സോ in digital logic we use boolean algebra to define rules for binary values. ഇതൊക്കെയാണ് 0 എന്ന് പറയുമ്പോൾ false ആണ്, 1 എന്ന് പറയുമ്പോൾ true ആണ്. ഇത് നമ്മൾ പോസിറ്റീവ് ലോജിക് എന്ന് ഇതിനെ പറയും. ഓക്കെ, 1 stands for true and 0 stands for false. അപ്പോൾ ബൂളിയൻ അൽജബ്ര ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ബൂളിയനിൽ എന്താ ആകെപ്പാട് 2 വാല്യൂസ് ഉണ്ടാവും. ഓൾറൈറ്റ്, നൗ എല്ലാ നമ്പർ സിസ്റ്റത്തിൽ എന്തുണ്ടാവും? എ സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ടാവും. 0 1 ബൈനറി 0. അതിപ്പോൾ നമ്മൾ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം പറയുകയാണെങ്കിൽ 0 to 9, റൈറ്റ്? പിന്നെന്തൊക്കെ ഉണ്ടാവും? സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ സപ്പോസ് നമ്മുടെ നമ്പേഴ്സിലൊക്കെ ആണെങ്കിൽ പ്ലസ്, മൈനസ്, റൈറ്റ്, ഡിവിഷൻ. അതുപോലെ തന്നെ ബൂളിയൻ അൽജബ്രയിലും അതുപോലെ തന്നെ നോട്ട്, ആൻഡ്, ഓർ ഇതെല്ലാം ഉണ്ടാവും. പിന്നെന്താണ്? ഇറ്റ് ഡിഫൈൻ റൂൾസ് ഓർ ആക്സിയോംസ് ദാറ്റ് ഡിറ്റർമൈൻ വാലിഡ് ഓപ്പറേഷൻസ്. എന്നത് എന്തുണ്ടാവും? ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ആക്സിയോംസ് ഉണ്ടാവും. ആക്സിയോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ അടുത്ത് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, now once rules are defined the system can be used to solve. ഇനി നമ്മൾ റൂൾസ് എല്ലാം ഡിഫൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൺനോൺ വേരിയബിൾസ് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പ്രഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈഡ് ഫോംസിൽ എഴുതാൻ പറ്റും. നമുക്കറിയാം വലിയൊരു എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയാൻ എപ്പോഴാണ് പറ്റുക? നമ്മൾ അൽജബ്രിക് ഫോമിലായിരിക്കും മാത്രമേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അൽജബ്ര നമ്മൾ ഹെൽപ്പ് ചെയ്യുവാണ് എന്തിന്? വലിയ എക്സ്പ്രഷനെ സിംപ്ലിഫൈഡ് ഫോംസിൽ റെഡിയാക്കാനും അതുപോലെ തന്നെ അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസിനെ കണ്ടുപിടിക്കാനും. ഓൾറൈറ്റ്, ഇനി അപ്പൊ ബൂളിയൻ അൽജബ്ര നമ്മൾ എന്തിനു വേണ്ടിയാണ് എനേബിൾ ചെയ്യുന്നത്? ടു മിനിമൈസേഷൻ ഓഫ് ലോജിക് ഓപ്പറേഷൻസ്. ലോജിക് ഓപ്പറേഷൻ എത്രത്തോളം മിനിമൈസ് ആവുമോ അത്രത്തോളം ഇംപ്ലിമെന്റേഷൻ എളുപ്പമായിരിക്കും, റൈറ്റ്? സോ കൺവേർഷൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഇംപ്ലിമെന്റഡ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ്, റൈറ്റ്? സപ്പോസ് നമുക്കിങ്ങനെ എ ബി ഓർ ബി ബാർ സി ഓർ ഡി ഇ ബാർ, സപ്പോസ് വലിയ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ആൻഡ് വി ഹാവ് റെഡ്യൂസ്ഡ് ടു എ ഓർ ബി ബാർ. അപ്പൊ നമുക്ക് ഒരു ഒറ്റ ഓർ ഗേറ്റ് മാത്രം മതി, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും വലിയ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ചെറിയ വാല്യൂലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് എന്ത് വേണ്ടി വരും? അപ്പൊ നമുക്ക് അതിനുവേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് ആക്സിയോംസും അതുപോലെ തന്നെ നമുക്ക് എന്താണ് റൂൾസ് വേണ്ടി വരും, സെറ്റ് ഓഫ് റൂൾസ് വേണ്ടി വരും, റൈറ്റ്? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽജബ്ര എന്ന് പറയുന്നത്, റൈറ്റ്? സോ അൽജബ്ര എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റ് ഓഫ് rules and operation defined on a number system. Okay, so ഇതാണ് അൽജബ്ര. ആൻഡ് ബൂളിയൻ അൽജബ്ര എന്ന് പറയുമ്പോഴത്തേക്കും when it is നമ്മൾ അതിനെ 0 1 കാറ്റഗറിയിൽ പറയുവാണ് നമ്മൾ എന്ത് പറയും? അതിനെ ബൂളിയൻ അൽജബ്ര എന്ന് പറയും. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ ബൂളിയൻ അൽജബ്ര ഓപ്പറേഷൻസ് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓപ്പറേഷൻസ് എന്തൊക്കെയാ? 3 പ്രൈമറി ഓപ്പറേഷൻ നമുക്ക് നന്നായിട്ട് അറിയാം. ആൻഡ്, ഓർ, നോട്ട്. നമ്മളതിന്റെ ട്രൂത്ത് ടേബിൾ എല്ലാം പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, സോ ആൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ പേരെന്താണ്? ശരിക്കും കൺജങ്ഷൻ എന്നാണ് അതിനെ പറയുക. കോമൺ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോട്ട് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിന്റെ ഓൾട്ടർനേറ്റീവ് സിമ്പിൾ നമ്മൾ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഓൾട്ടർനേറ്റീവ് സിമ്പിൾ ആണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു വി ഇൻവേർട്ടഡ് ഉള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? ട്രൂ ഓൺലി ബോത്ത് ആർ 1.
രണ്ട് വാല്യൂസും എ ആൻഡ് ബി എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് വാല്യൂസും 1 വരുവാണെങ്കിൽ മാത്രമേ ഇത് 1 ആവുള്ളൂ. ഓൾറൈറ്റ്, ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ പ്രീവിയസ് വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. മോഡ്യൂൾ 1 ട്രൂത്ത് ടേബിളിന്റെ ഒരു സെക്ഷൻ തന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ട്രൂ ഓൺലി ഇഫ് ബോത്ത് ആർ 1. രണ്ടും 1 ആണെങ്കിൽ മാത്രമേ ട്രൂ. ഏതെങ്കിലും ഒന്ന് 0 വന്നാൽ മുഴുവൻ അത് ഫാൾസ് ആയി പോകും. അതാണ് നമ്മുടെ ആൻഡിന്റെ ഫീച്ചർ. അതുപോലെ ഓറിന്റെ ടെക്നിക്കൽ പേരെന്താ? ഡിസ്ജങ്ഷൻ. കോമൺ സിമ്പിൾ പ്ലസ് സിമ്പിൾ ആണ്. ഓൾട്ടർനേറ്റീവ് സിമ്പിൾ ഇതുപോലെ വി സിമ്പിൾ പോലെ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഇതിനെ നമ്മൾ ഡിസ്ജങ്ഷൻ എന്നാണ് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു വാല്യൂ 1 ആണെങ്കിൽ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഓക്കെ, സോ ഏതെങ്കിലും ഇപ്പൊ 0 1 ആണെങ്കിൽ ദാറ്റ് മീൻസ് 1. രണ്ടും 0 ആണെങ്കിൽ മാത്രം 0. ഏതെങ്കിലും ഒരു വാല്യൂ 1 ആണെങ്കിൽ 1 ആവും. രണ്ടും 1 വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി 1 തന്നെ ആയിരിക്കുള്ളൂ. ഓൾറൈറ്റ്, സോ ട്രൂ ഇഫ് അറ്റ്ലീസ്റ്റ് 1 ഈസ് 1. ഓൾറൈറ്റ്, ഇനി നോട്ട് എന്ന് പറയുമ്പോൾ അറിയാം നെഗേഷൻ. അത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഈ ഇൻവേർട്ടഡ് സൈൻ പോലെ നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ ഇത് നെഗേഷൻ. ഓൾറൈറ്റ്, എന്താ ചെയ്യുന്നത്? ഇൻവേർട്സ് ദി വാല്യൂ. 0നെ 1 ആക്കും, 1നെ 0 ആക്കും. സോ ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബൂളിയൻ അൽജബ്രയിലുള്ള ഓപ്പറേഷൻസ്. മൂവിങ് ഫോർവേഡ്, ആക്സിയോംസ് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. An axiom is a statement of truth about a system that is accepted by the user. Right? That means ഇത് ആദ്യമേ ഉള്ള ഒരാൾ എന്നൊക്കെ വേണേൽ പറയാം. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് അതൊരു ട്രൂത്ത് ആണ് സിസ്റ്റത്തെ കുറിച്ച്. അതിനകത്ത് നമ്മൾ ആദ്യം ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, അതുപോലെ തന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് വേണേൽ പറയാം. സോ ചില കാര്യങ്ങൾ എന്തായിരിക്കും? ചില കാര്യം ഉള്ളതായിരിക്കും. അതിന് നമ്മൾ എന്താണ്? നമ്മൾ ആ സിസ്റ്റത്തിന്റെ സത്യമാണ് എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ്. നമ്മൾ അതിനകത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അതിന് നമ്മൾ ആക്സിയോം എന്ന് പറയുന്നത്. സോ ആർ വെരി സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ സിസ്റ്റം ബട്ട് നീഡ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ മോർ കോംപ്ലിക്കേറ്റഡ് തിയറംസ് ക്യാൻ ബി പ്രൊപ്പോസ്ഡ്. ദാറ്റ് മീൻസ് ഇത് ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഇതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ബാക്കിയുള്ള തിയറംസും കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൽജബ്രസ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ഓൾറൈറ്റ്, നൗ they are so basic that they do not need to be proved in order to be accepted. അത്രയ്ക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്സിൽ 2 + 2 = 4 എന്ന് പറയുമ്പോൾ ഒരു ഫാക്ട് ആണ്, ആക്സിയോം ആണ്. ഓൾറൈറ്റ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് ദ ബേസിക് ലോ ഓഫ് ദി അൽജബ്രിക് ഫ്രെയിംവർക്ക്. ഓക്കെ, സോ ആക്സിയോമിനെ കുറിച്ച് കുറെ ഫീച്ചേഴ്സ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, അത് അൽജബ്രിക് ഫ്രെയിംവർക്കിന്റെ നമ്മൾ അൽജബ്ര ക്രിയേറ്റ് ചെയ്യുന്ന ആ ചട്ടക്കൂടിന്റെ ബേസിക് ആയിട്ടുള്ള ലോസ്, അതിന് നമുക്ക് ആക്സിയോംസ് വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നൗ the terms axioms and postulates are synonymous and used interchangeably. രണ്ടും എന്താണ്? രണ്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ആക്സിയോംസ് ആൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നൗ ഇൻ ബൂളിയൻ അൽജബ്ര നമുക്ക് 5 മെയിൻ ആക്സിയോംസ് നമുക്ക് കാണാൻ പറ്റും. അതെന്താ നോക്കാം. അത് കാണുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇറ്റ് വിൽ മേക്ക് സെൻസ്. ഓക്കെ, സോ നമ്പർ 1, ബൂളിയൻ വാല്യൂ എന്ന് പറയുമ്പോൾ a = 0 ആണ്. If a is not equal to 0, conversely a is equal to 1 if a is not equal to 0. That means എന്താണ്? a is equal to 0 if a is not equal to 1. ഇത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ പ്രത്യേകിച്ച് എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒന്നുമില്ല. കാരണം 2 വാല്യൂ ഉള്ളൂ. അപ്പോൾ a is equal to 0 ആയിരിക്കും എപ്പോ? when a is not equal to 1. അതുപോലെ തന്നെ a 1 ആയിരിക്കും എപ്പോ? when a 0 ആയിരിക്കത്തില്ല. ഇതിലിപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് പറയാം? നമ്മൾ ഇതിനെ ഒരു അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇതിനെ അക്സെപ്റ്റ് ചെയ്യുവാണ്. സോ ദിസ് ഈസ് ആക്സിയോം നമ്പർ 1. ഓക്കെ, എന്താ പറയുന്നത്? ദിസ് ആക്സിയോം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ബൂളിയൻ അൽജബ്ര എ വേരിയബിൾ എ ക്യാൻ ഓൺലി ടേക്ക് one of the 2 values. Obviously, if the variable a is not 0, then it must be 1. And conversely, if it is not a 1, then it must be 0. Okay, ഇത് വളരെ ട്രിവിയൽ ആണ്. ഓക്കെ, യു മൈറ്റ് ബി വണ്ടറിങ് വൈ ആർ വി ഈവൻ സ്റ്റഡിങ്. പക്ഷേ ഇതൊരു ആക്സിയോം ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആക്സിയോം 2, ഡെഫിനേഷൻ ഓഫ് ലോജിക്കൽ നെഗേഷൻ. അതാണ് ആക്സിയോം 2 പറയുന്നത്. ലോജിക്കൽ നെഗേഷനും അതെന്താണ്? അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യം. എന്താ പറയുന്നത്? a 0 ആണെങ്കിൽ a bar 1 ആയിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ അതേ ആക്സിയം തന്നെയാണ് ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഡിഫറെന്റ് രീതിയിലാണ്. ദാറ്റ് മീൻസ് a = 0 ആണെങ്കിൽ a കോംപ്ലിമെന്റ് അല്ലെങ്കിൽ a നെഗേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. a 1 ആണെങ്കിൽ a നെഗേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ആക്സിയം 3 എന്താണ്? ഡെഫിനേഷൻ ഓഫ് ലോജിക്കൽ പ്രോഡക്റ്റ്. അത് പറയുകയാണ് a.b 1 ആയിരിക്കും if a = b = 1. റൈറ്റ്, 2 വാല്യൂസും 1 ആണെങ്കിൽ മാത്രമേ a.b = 1 ലോജിക് പ്രോഡക്റ്റ് 1 ആവുള്ളൂ. അല്ല എങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും.
അതും എന്താണ് ഒരു ആക്സിയം ആണ്. അത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ അക്സെപ്റ്റീവ് ആണ്, റൈറ്റ്. ദാറ്റ് മീൻസ് എ ഡോട്ട് ബി, കാരണം വെച്ച് കഴിഞ്ഞാൽ 1 0 ഉള്ളൂ. ഇപ്പൊ 2 1 വന്നാൽ മാത്രമേ പ്രോഡക്റ്റ് 1 ആവുള്ളൂ. ഏതെങ്കിലും ഒരു വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ 0 ആവും. അത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് അതിനെ ആക്സിയം എന്ന് പറയും. മൂന്നാമത്തെ ആക്സിയം. നാലാമത്തെ ആക്സിയം, ഡെഫിനേഷൻ ഓഫ് എ ലോജിക്കൽ സം. ഓക്കെ, നമ്മൾ ലോജിക്കൽ പ്രോഡക്റ്റ് ആണ് കഴിഞ്ഞ ആക്സിയം നോക്കിയത്. ലോജിക്കൽ സം എന്താ പറയുന്നത്? എ ഓർ ബി ഈക്വൽ ടു 1 ആയിരിക്കും. എപ്പോ? വെൻ എ ഈക്വൽ ടു 1 അല്ല എങ്കിൽ ബി ഈക്വൽ ടു 1, റൈറ്റ്. 2 1 ആണെങ്കിലും 1 തന്നെ ആയിരിക്കും. സോ ഇതും നമ്മൾ വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം 1 ആണെങ്കിൽ, ഒരു വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? അത് നമ്മുടെ സം ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അല്ല എങ്കിൽ അത് 0 ആയിരിക്കും. ഇതും വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു ആക്സിയമാണ്. അഞ്ചാമത്തെ ആക്സിയം എന്താ പറയുന്നത്? ലോജിക്കൽ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. നോട്ട് പ്രിസീഡ്സ് ആൻഡ് പ്രിസീഡ്സ് ഓർ, റൈറ്റ്. സോ എന്താ ബേസിക്കലി പറയുന്നത്? നോട്ടിന്റെ പ്രസിഡൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ദാറ്റ് മീൻസ് ഇൻ അൽജബ്ര ആദ്യം നോട്ടിനെ നമ്മൾ സോൾവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻഡിനെ സോൾവ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഓറിനെ സോൾവ് ചെയ്യുള്ളൂ. നമ്മൾ ബോർഡ് മാത്സിൽ നമ്മൾ പറയുന്ന അതേ പ്രസിഡൻസ് തന്നെയാണ് നമ്മളിവിടെ, അതായത് ബോർഡ് മാത്സിൽ നമ്മൾ പ്രസിഡൻസ് പറയുള്ളൂ. അതുപോലെ തന്നെ ബൂളിയൻ അൽജബ്രയിലും നമുക്ക് പ്രസിഡൻസ് ഉണ്ട്. ആ പ്രസിഡൻസ് ആണ് ആക്സിയം നമ്പർ 5. എന്താ പറയുന്നത്? ആദ്യം നോട്ട്, ദെൻ ആൻഡ്, ദെൻ ഓർ. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സി യു ക്യാൻ സി എഫ് ഈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ഓർ സി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എ ബാറിനെ, സി യു ക്യാൻ സി നോട്ടിന്റെ പ്രസിഡൻസ് ആണ് കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഫ് ഈസ് ഈക്വൽ ടു ആദ്യം എ ബാറിനെ കംപ്ലീറ്റ് ചെയ്യും. ദെൻ എന്ത് ചെയ്യും നമ്മൾ? ദെൻ ബി ഡോട്ട് ബി, സോ ഡോട്ടിന് രണ്ടാമത് ചെയ്യും. ദെൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സീന് എടുക്കുകയുള്ളൂ, റൈറ്റ്. സോ ഇതായിരിക്കും അതിന്റെ പ്രസിഡൻസ്. സോ യു ക്യാൻ സി ഇതുപോലെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, റൈറ്റ്. സോ ഇവിടെ ഇത് മൊത്തം ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക, റൈറ്റ്. സോ യു ക്യാൻ സി. ഓൾറൈറ്റ്, സോ ദിസ് ഈസ് ആക്സിയോംസ്. സോ ഇത്രയുമാണ് 5 ആക്സിയോംസ് ആണ് നമുക്ക് ബൂളിയൻ അൽജബ്രയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലോട്ട് വരാം, വിച്ച് ഈസ് കോൾഡ് ആസ് ദി തിയറംസ്. അപ്പോൾ ബൂലിയൻ അൽജബ്രയിൽ ഏതൊക്കെ റൂൾസ് അല്ലെങ്കിൽ തിയറംസ് ഉണ്ട് അത് നമുക്ക് നോക്കാം. ആദ്യത്തെ റൂള് അല്ലെങ്കിൽ ആദ്യത്തെ തിയറം ഡി മോർഗൻസ് തിയറം ഓഫ് ഡുവാലിറ്റി എന്ന് പറയും. ഓക്കെ, സോ ഡി മോർഗൻസ് തിയറം രണ്ട് തിയറംസ് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് ആണ് ഡുവാലിറ്റി, രണ്ടാമത്തെ നമ്മൾ ലാസ്റ്റ് നോക്കും. ഓക്കെ, സോ ഡി മോർഗൻസ് തിയറം ഓഫ് ഡുവാലിറ്റി എന്താ പറയുന്നത്? അയാൾ പറയുന്നത് ആൻ അൽജബ്രിക് ഇക്വാലിറ്റി വിൽ റിമെയിൻ ട്രൂ if all zeros and ones are interchanged, okay, and all and or operations are interchanged. That means ഒരു എക്സ്പ്രഷനിൽ സീറോസിനെ 1 ആക്കുക, 1നെ 0 ആക്കുക, എന്നിട്ട് ആൻഡിനെ ഓർ ആക്കുക, ഓറിനെ ആൻഡ് ആക്കുക. അങ്ങനെ ചെയ്താൽ അത് രണ്ടും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒറിജിനൽ എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഓറും ആൻഡിനും ഇന്റർചേഞ്ച് ചെയ്യുക, സീറോസും വൺസിനെ ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ചെയ്താൽ പോലും എന്തായിരിക്കും? രണ്ടും സെയിം ആയിരിക്കും. അത് കൂടാതെ അദ്ദേഹം പറയുന്നത് ടേക്കിംഗ് ദ ഡുവൽ ഓഫ് എ പോസിറ്റീവ് ലോജിക് ഫംഗ്ഷൻ വിൽ പ്രൊഡ്യൂസ് ദി ഈക്വലന്റ് ഫംഗ്ഷൻ യൂസിങ് നെഗറ്റീവ് ലോജിക് ഇഫ് ദ ഒറിജിനൽ ഓർഡർ ഓഫ് പ്രസിഡൻസ് ഈസ് മെയിൻറ്റെയിൻഡ്. ഇത് നമുക്ക് നോക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. നമ്പർ 1 ഇത്, നമ്പർ 2 ഇത്. ഈ രണ്ട് കാര്യങ്ങളാണ് തിയറം ഓഫ് ഡുവാലിറ്റി പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് എന്താണ്? അൽജബ്രിക് ഇക്വാലിറ്റി വിൽ റിമെയിൻ ട്രൂ ഇഫ് ഓൾ സീറോസ് ആൻഡ് വൺസ് ആർ ഇന്റർചേഞ്ച്ഡ്. ആ കാര്യം. ഓക്കെ, സോ എന്താണ്? ഇപ്പൊ സപ്പോസ് നമ്മുടെ ഒറിജിനൽ എക്സ്പ്രഷൻ എ ഡോട്ട് 0, നമ്മൾ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം നോക്കാം. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? എ ഡോട്ട് 0 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എ ഡോട്ട് 0 അത് ഈക്വൽ ടു 0 ആണ് പറയേണ്ടത്. വെരിഫൈ ദിസ് യൂസിങ് പ്രൂഫ് ഓഫ് എക്സോഷൻ. എക്സോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ പോസിബിൾ വാല്യൂസ് ഇതിനകത്ത് ഇട്ടിട്ട് അതിനെ എക്സോസ്റ്റ് ചെയ്യണം. അപ്പൊ എയിൽ എന്തൊക്കെ വാല്യൂ വരാം? ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം. സപ്പോസ് ഞാൻ എ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ, സോ 0 ഡോട്ട് 0 എന്തായിരിക്കും? അത് 0 ആയിരിക്കും, റൈറ്റ്? 0, റൈറ്റ്? അത് നമുക്ക് എന്ത് കിട്ടി? കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി എ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? 1 ഡോട്ട് 0, അതും എന്താണ്? 0 തന്നെയാണ്. അപ്പൊ ഞാൻ എയിൽ ആ രണ്ട് പോസിബിൾ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ കിട്ടിയത്? കറക്റ്റ് തന്നെ കിട്ടി, 0 തന്നെ കിട്ടി. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി ഇതാണ് എ ഡോട്ട് 0, 0 ഡോട്ട് 0. ആദ്യം 0 ഇട്ട് കൊടുത്തു, പിന്നെ 1 ഇട്ട് കൊടുത്തു. ട്രൂ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇനി അതിന്റെ നമ്മൾ എന്താണ്? ഇതിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, ഇതിന്റെ ഡുവൽ കണ്ടുപിടിക്കുക എന്ന് പറയും. ഓക്കെ, എ ഡോട്ട് 0, അപ്പൊ ഡോട്ട് എന്തായി മാറും?
നമ്മുടെ ഓറായി മാറും, 0 1 ആയി മാറും. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയുന്നതിന് ഡുവൽ എന്ന് പറയും. സോ യു ക്യാൻ സി എ, അതുപോലെ തന്നെ ഡോട്ട് ഹാസ് ബിക്കം ഓർ, ഓക്കെ, then 0 has become 1, here also 1, right? അപ്പോൾ നമുക്ക് ഇത് വെരിഫൈ ചെയ്തിട്ട് ഇതും ശരിയാണെന്ന് നോക്കാം, യൂസ് ബൈ പ്രൂഫ് ബൈ എക്സോഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മുഴുവൻ എക്സോസ്റ്റ് ചെയ്യുവാണ്. എയിൽ ആദ്യം നമ്മൾ 0 ഇട്ട് കൊടുക്കാം, a = 0 നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, 0 or 1, റൈറ്റ്? സോ എന്ത് കിട്ടും, 1 തന്നെ കിട്ടും. ഇനി a = 1 ഇട്ട് കൊടുത്ത് എന്നിട്ടും എന്ത് കിട്ടി, 1 തന്നെ കിട്ടി, റൈറ്റ്? സോ എന്താ അതിന്റെ അർത്ഥം, അതും ട്രൂ ആണെന്നുള്ള കാര്യം, റൈറ്റ്? സോ നമ്മൾ ഈ പെർട്ടിക്കുലർ എക്സ്പ്രഷൻ, ഇതാണ് നമ്മുടെ ഒറിജിനൽ എക്സ്പ്രഷൻ, അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡുവൽ കണ്ടുപിടിച്ചു. ഡുവൽ എന്താ പറയുന്നത്, ഡോട്ടിനെ ഓർ ആക്കുക, 0നെ 1 ആക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ അതും പ്രൂഫ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ഡി മോർഗൻസ് ഡുവാലിറ്റി, ദാറ്റ് മീൻസ് an algebraic equality will remain true if all zeros and ones are interchanged and all and or operations are interchanged. എങ്ങനെ ചെയ്താൽ പോലും എന്തായിരിക്കും, ഇറ്റ് വിൽ റിമെയിൻ ട്രൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ അടുത്ത എന്താണ് പറയുന്നത്, ഡുവാലിറ്റിയിൽ തന്നെ യു ക്യാൻ സി അടുത്ത ഇതാണ്, ടേക്കിംഗ് ദ ഡുവൽ ഓഫ് എ പോസിറ്റീവ് ലോജിക് ഫംഗ്ഷൻ വിൽ പ്രൊഡ്യൂസ് ദ ഈക്വാലന്റ് ഫംഗ്ഷൻ യൂസിങ് നെഗറ്റീവ് ലോജിക്. ഇങ്ങനെ ഡുവൽ നമ്മൾ എടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു നെഗറ്റീവ് ലോജിക് ക്രിയേറ്റ്. നമുക്ക് നോക്കാം എന്താണ്, ഇഫ് ദ ഒറിജിനൽ ഓർഡർ ഓഫ് പ്രസിഡൻസി ഈസ് മെയിൻറ്റെയിൻഡ്, എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, എഫ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. ഓക്കെ, എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ അറിയാം നമുക്ക് ആൻഡ് ഗേറ്റ് ആണ്, എയും ബിയും നമ്മൾ ആൻഡ് ഗേറ്റിൽ ഇട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് എഫ് ആയിട്ട് കിട്ടുന്നു. Now ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, ലെറ്റ് us say this originates in positive logic convention. ഓക്കെ, നമ്മൾ എന്താണ്, പോസിറ്റീവ് ലോജിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് ലോജിക് എന്ന് പറയുമ്പോൾ എന്താണ്, 1നെ നമ്മൾ എപ്പോഴും കാണിക്കുന്നത് എങ്ങനെയാണ്, ഹൈ, റൈറ്റ്? ഓർ എൽസ് യു ക്യാൻ സേ ഹൈ ലോജിക് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഹൈ സിഗ്നൽ എന്ന് പറയുമ്പോൾ എന്താണ്, 1. ലോന് എപ്പോഴും നമ്മൾ 0 ആയിട്ട് കാണും. ഇതിനെ നമ്മൾ ഈ പെർട്ടിക്കുലർ കൺവെൻഷൻ നമ്മൾ എന്ത് പറയും, പോസിറ്റീവ് ലോജിക് എന്ന് പറയും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഈ ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് പോവേണ്ടത്, ഇതെന്താണ്, ലോ വരുവാണെങ്കിൽ ലോ വരണം, ദാറ്റ് മീൻസ് 0 0 ആണ് 0 വരണം. പ്രൊവൈഡഡ് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, 0 നമ്മൾ ലോവിനെ സൂചിപ്പിക്കുന്നു ആൻഡ് ഹൈ എന്ന് പറയുമ്പോൾ 1നെയാണ് സൂചിപ്പിക്കുന്നത്. സോ LHL you can 0 1 0 1 0 0 and 1 1 1. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് യു ക്യാൻ സി നമ്മൾ പോസിറ്റീവ് ലോജിക് ക്രിയേറ്റ് ചെയ്തു. ലോവിന് നമ്മൾ 0 എന്ന് പറയുന്ന സിമ്പിൾ കൊടുത്തു ആൻഡ് ഹൈന് നമ്മൾ 1 എന്ന് പറയുന്ന സിമ്പിൾ കൊടുത്തു, റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 0 0 0. ദാറ്റ് മീൻസ് ലോ ആണ് ഉദ്ദേശിക്കുന്നത്. ലോവിന് നമ്മൾ 0 ഇട്ട് കൊടുത്തു, റൈറ്റ്? നമുക്ക് വേണമെങ്കിൽ ലോവിന് 1 എന്ന് പറഞ്ഞിട്ടും റീപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ വിഷ്. ഓൾറൈറ്റ്, അപ്പൊ ഇത് രണ്ടും രണ്ട് ലോജിക് ആണ്. പോസിറ്റീവ് ലോജിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോവിന് 0 വെച്ചിട്ടാണ് കാണിക്കുന്നത്, ഹൈന് നമ്മൾ 1 ആയിട്ടാണ് കാണിക്കുന്നത്. നെഗറ്റീവ് ലോജിക്കിൽ എന്താണ്, ലോവിന് 1 ആയിട്ട് കാണിക്കും, ഹൈന് 0 ആയിട്ട് കാണിക്കും. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ചില ആളുകൾ നമ്മൾ ടോപ്പ് 10, റൈറ്റ്, ടോപ്പ് 10 വീഡിയോസ് കാണിക്കുവാണെങ്കിൽ സപ്പോസ് എന്ത് പറയും, 10th പൊസിഷന് ഏറ്റവും ബെസ്റ്റ് കാര്യത്തെ കാണിക്കും, റൈറ്റ്? അല്ലാത്ത മെജോറിറ്റി ആൾക്കാർ എന്താ ചെയ്യുന്നത്, 10 9 8 ടോപ്പ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും കാണിക്കാൻ പോകുന്നത്, റൈറ്റ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ഹു ഇസ് മേക്കിംഗ് ദ വീഡിയോ, റൈറ്റ്? ഇപ്പൊ അയാൾ പറയുകയാണ് 10th ആണ് എനിക്ക് ഹയസ്റ്റ് ആയിട്ട്, കാരണം യൂഷ്വലി ആരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് വേ ഓഫ് ഡൂയിങ് തിങ്സ്, അല്ലേ? അപ്പൊ അയാൾ പറയുകയാണ് 10th അയാൾ ഏറ്റവും ബെസ്റ്റ് കാര്യം കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഹിസ് വേ, ഹിസ് കൺവെൻഷൻ ഓഫ് ഡൂയിങ് തിങ്സ്, അല്ലേ? അപ്പൊ പോസിറ്റീവ് ലോജിക്കിൽ എന്താ പറയുന്നത്, എൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കൊടുക്കുന്ന സിമ്പിൾ 0 ആണ്. അതിനനുസരിച്ച് എന്താണ്, ഇങ്ങനെ നമുക്ക് കിട്ടി. ഓൾറൈറ്റ്, ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്, ഈക്വലന്റ് ഫംഗ്ഷൻ യൂസിങ് നെഗറ്റീവ് ലോജിക്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്, ഹൈന് 0 ഇട്ട് കൊടുക്കുവാണ്, ലോയിന് 1 ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് സംഭവിക്കും, യു ക്യാൻ സി ദിസ് 0ന് നമ്മൾ എന്ത് കൊടുക്കും, ലോയിന് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുവാണ്, യു ക്യാൻ സി 1 1 ഇട്ട് കൊടുക്കുവാണ് ആൻഡ് ഹൈന് നമ്മൾ എന്ത് ഇട്ട് കൊടുത്ത്, യു ക്യാൻ സി 0. ഓൾറൈറ്റ്, അതിന് നമ്മൾ 0 ഇട്ടു. സോ 1 1 1 0 0 1 0 0, റൈറ്റ്? അതിന്റെ ഈക്വലന്റ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 1 1 1 0 എഴുതി കൊടുത്തു. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. ഓൾറൈറ്റ്, 0 0 0 1 1 0 1 1 ആ രീതി റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ എന്ത്, 0 0 0 1 1 0. യു ക്യാൻ സി ഇതെന്തായി മാറി, ഇതെന്താണ്, ഒരു ഓർ ആണ്. യു ക്യാൻ സി 0 0 0
0 1 1 1 0 1 1. That means any one 1. റൈറ്റ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതിനെ? നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ദാറ്റ് മീൻസ് യു ക്യാൻ സേ ഇത് പോസിറ്റീവ് ലോജിക്കിലുള്ള എക്സ്പ്രഷൻ ആണ്. അതേ കാര്യത്തിൽ തന്നെ നമുക്ക് നെഗറ്റീവ് ലോജിക്കലി ഇങ്ങനെയും എഴുതാം. വെൻ യു ആർ സെയിങ് ദാറ്റ് ഹൈ എന്ന് പറയുമ്പോൾ 0 ആണ്, ലോ എന്ന് പറയുമ്പോൾ 1 ആണെന്ന് ആ രീതിയിൽ നമ്മൾ കാണിക്കുവാണെങ്കിൽ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് വാട്ട്? ദിസ് എക്സ്പ്രഷൻ. സോ ഡുവാലിറ്റിന്റെ രണ്ടാമത്തെ ഒരു കാര്യം കൂടെയാണ് ഇത്. സോ നമുക്ക് വീണ്ടും ഇത് വായിച്ചു നോക്കാം. യു ക്യാൻ സി, ഓക്കെ, നമുക്ക് ഇത് വീണ്ടും ഒന്ന് വായിച്ചു നോക്കാം. യു ക്യാൻ സി ടേക്കിംഗ് ദ ഡ്വൽ ഓഫ് എ പോസിറ്റീവ് ലോജിക്. അതാണ് നമ്മൾ ചെയ്തത്, റൈറ്റ്? ഡോട്ട് എന്തായി മാറി? പ്ലസ് ആയി മാറി, റൈറ്റ്? അപ്പൊ ടേക്കിംഗ് ദ ഡ്വൽ ഓഫ് പോസിറ്റീവ് ലോജിക് ഫംഗ്ഷൻ വിൽ പ്രൊഡ്യൂസ് ദി ഈക്വലന്റ് ഫംഗ്ഷൻ യൂസിങ് നെഗറ്റീവ് ലോജിക്. നമ്മൾ പ്രൂവ് ചെയ്തു, റൈറ്റ്? ഇഫ് ദി ഒറിജിനൽ ഓർഡർ ഓഫ് പ്രസിഡൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? ദാറ്റ് മീൻസ് നമ്മുടെ ഒറിജിനൽ ഓർഡർ ഓഫ് പ്രസിഡൻസ് നമ്മൾ മാറാൻ പാടില്ല. ദാറ്റ് മീൻസ് അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് നമ്മുടെ ഒറിജിനലിൽ നമ്മൾ എഫ് എ ഡോട്ട് എ ബാർ ബി ഓർ സി ഇങ്ങനെയാണ് വിചാരിക്കുക. ഓൾറൈറ്റ്. അപ്പോ നമ്മുടെ പ്രസിഡൻസിനനുസരിച്ച് നോട്ട് ദെൻ ആൻഡ് ദെൻ ഓർ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ നമ്മൾ ഡുവൽ ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും? എ ബാർ ഓർ ബി ഡോട്ട് സി ആയിരിക്കും, റൈറ്റ്? അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറൈറ്റ്. ഇവിടെയും അതുപോലെ തന്നെ ചെയ്യണം, റൈറ്റ്? എ ബാറിനെ നമ്മൾ ആദ്യം ചെയ്യും, ദെൻ യു ഡോണ്ട് ഡു ദിസ് വൺ. നമ്മൾ എന്താണ്? ഇവിടെ ഒറിജിനൽ പ്രസിഡൻസ് എന്താണോ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, റൈറ്റ്? അതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓൾറൈറ്റ്. ഞാൻ വീണ്ടും പറയാം, ആ ഒരു പോയിന്റ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ സപ്പോസ് നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ ഈസ് ഓഫ് ദി ഫോം എഫ് ഇസ് ഈക്വൽ ടു സപ്പോസ് ഇറ്റ് ഈസ് ഓഫ് ദി ഫോം എഫ് ഇസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ഓർ സി. ഓൾറൈറ്റ്. സോ ഇതിന്റെ ഡുവൽ എന്താണ്? നമ്മൾ ഇതിന്റെ ഡുവൽ എടുത്തല്ലോ, എ ഓർ ബി. അതുപോലെ തന്നെ ഇതിന്റെ ഡുവൽ എന്തായിരിക്കും? ഡോട്ട് ബിക്കംസ് വാട്ട്? ഓർ. സോ എ ബാർ ഓർ ബി ഡോട്ട് സി ആയിരിക്കും. നൗ ഇതിന്റെ ഒറിജിനൽ കാര്യത്തിന്റെ പ്രസിഡൻസ് എങ്ങനെയാണ്? ആദ്യം നമ്മൾ നെഗേഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡോട്ട് ബി ചെയ്യും. അതായിരിക്കും രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓർ സി ചെയ്യും. കാരണം നോട്ട് ആൻഡ് ഓർ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഒറിജിനൽ പ്രസിഡൻസിന്റെ ഒറിജിനൽ ഓർഡർ ഓഫ് ദി പ്രസിഡന്റ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഈ ഡോട്ട് ഹാസ് ബിക്കം ഓർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എ ബാർ ഓർ ബീന് ആദ്യം ചെയ്തിട്ടേ ഡോട്ട് സി ചെയ്യുള്ളൂ. ഓൾറൈറ്റ്. സോ ഇതിനാണ് അതിന്റെ മീനിങ്, ഒറിജിനൽ ഓർഡർ ഓഫ് പ്രസിഡൻസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. നെക്സ്റ്റ് ഈസ് രണ്ടാമത്തെ തിയറമാണ് ഐഡന്റിറ്റി തിയറം. അതെന്താ പറയുന്നത്? ആൻ ഐഡന്റിറ്റി ഓപ്പറേഷൻ ഇസ് വൺ ദാറ്റ് വെൻ പെർഫോംഡ് ഓൺ എ വേരിയബിൾ വിൽ yield itself regardless of the variable's value. വീണ്ടും പറയാം, ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഈസ് വൺ ദാറ്റ് വെൻ പെർഫോംഡ് ഓൺ എ വേരിയബിൾ വിൽ yield itself, റൈറ്റ്? ദാറ്റ് മീൻസ് ഏതെങ്കിലും വേരിയബിൾ എന്ന് പറഞ്ഞാൽ എ ബി സിയില് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനെ തന്നെ തരുവാണ്, അതിനെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഓപ്പറേഷൻ ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പിടി കിട്ടത്തില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓറിങ് എനി വേരിയബിൾ, ഓറിങ് എന്ന് പറയുമ്പോൾ ഓർ ഓപ്പറേഷൻ വിത്ത് എ ലോജിക് 0 വിൽ yield ദി ഒറിജിനൽ വേരിയബിൾ. നമുക്ക് നോക്കാം അതെങ്ങനെയാന്ന്. യു ക്യാൻ സി എ ഓർ 0. ദാറ്റ് മീൻസ് എയിൽ നമ്മൾ എന്തിട്ട് കൊടുത്താലും എ എന്താണോ അത് തന്നെ കിട്ടും വെൻ വി ആർ യൂസിങ് ഓർ ഓപ്പറേഷൻ. സോ എ ഓർ 0 എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സി എ ഓർ 0. അപ്പൊ ഓറിങ് എനി വേരിയബിൾ വിത്ത് എ ലോജിക് 0 വെച്ച് നമ്മൾ ഓർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ തന്നെ കിട്ടും. എയിൽ എന്ത് വന്നാലും, എയിൽ സപ്പോസ് 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ 0 ഓർ 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എയിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കുവാണെങ്കിൽ 1 ഓർ 0 എന്തായിരിക്കും? 1 ആയിരിക്കും കിട്ടാം. സോ ഇത് രണ്ടും സെയിം ആണ് അല്ലെ? ഓക്കെ. അപ്പോ എന്താണ്? ഓറിങ് എനി വേരിയബിൾ വിത്ത് എ ലോജിക് 0, റൈറ്റ്? 0 വെച്ചിട്ട് ഓർ ചെയ്യുന്നതും അതുപോലെ ആൻഡ് വെച്ചിട്ട്
വൺ, റൈറ്റ്, ആൻഡിങ് എനി വേരിയബിൾ വിത്ത് വൺ. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഐഡന്റിറ്റി. യു ക്യാൻ സി നമുക്ക് എ ഡോട്ട് വൺ, റൈറ്റ്. അപ്പൊ നമ്മൾ സപ്പോസ് എയിൽ 0 ഇട്ട് കൊടുക്കുവാണ്. 0.1 എന്തായിരിക്കും? നമുക്ക് 0 തന്നെ കിട്ടും. ദാറ്റ് മീൻസ് എയിൽ എന്ത് കൊടുത്തു അത് തന്നെ കിട്ടി. അതുപോലെ 1.1 എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താണ് എ ഈക്വൽ ടു 1 കൊടുത്തു. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 1 തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ആൻഡിങ് ചെയ്യുമ്പോഴത്തേക്കും 1 വെച്ച് ആൻഡ് ചെയ്യുന്നതും ഓർ ചെയ്യുമ്പോഴത്തേക്കും 0 വെച്ച് ഓർ ചെയ്യുന്നതും ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? ഐഡന്റിറ്റി ഓപ്പറേഷൻ ആണ് നമുക്ക് പറയാം. ഓൾറൈറ്റ്, ഓക്കെ. നെക്സ്റ്റ്, null element. Null element എന്ന് പറയുമ്പോൾ എന്താണ്? is one that when performed on a constant value will yield the same constant value regardless of the value of any variable within the same operation. Now ഇവിടെ എന്താണ്? നമ്മുടെ എലിമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂവിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് വേരിയബിൾ ആണെങ്കിലും അതേ വാല്യൂ, അതേ കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. എക്സാമ്പിൾ, ഓറിങ് എനി വേരിയബിൾ വിത്ത് എ ലോജിക് 1. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. യു ക്യാൻ സി എ ഓർ 1 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് എയിൽ എന്തിട്ട് കൊടുത്താലും 1 വെച്ചിട്ട് ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെ കിട്ടും. യു ക്യാൻ സി എയിൽ ഇപ്പൊ സപ്പോസ് 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ 0 ഓർ 1 ഈസ് ഈക്വൽ ടു 1 കിട്ടി. അതുപോലെ 1 ഓർ 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 കിട്ടും. ഓൾറൈറ്റ്, സോ എന്താണ്? സി നമ്മുടെ ഈ ലോജിക് ഗേറ്റിൽ നിങ്ങൾ നോക്കിക്കേ, ഓർ ഓപ്പറേഷൻ ഞാനിവിടെ 1 എ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. ഓൾറൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ സി യു ക്യാൻ ഇതിന്റെ ഡുവൽ ആണ് ഇത്. ഓൾറൈറ്റ്, സോ എ ഡോട്ട് 0 നമ്മൾ കൊടുക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്ത് വാല്യൂ ആണോ 0 ഉള്ളത്, ഇവിടെ എ എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുള്ളൂ. ഓൾറൈറ്റ്, നമ്മൾ പ്രീവിയസ്ലി നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാം. നമ്മൾ യു ക്യാൻ സി നമ്മൾ നേരത്തെ കണ്ടതിൽ ഇതിനകത്ത് ഞാൻ ഈ ഗേറ്റ് പറയാൻ വിട്ടുപോയി. എ ഡോട്ട് സി, യു ക്യാൻ സി എ ഓർ 0, റൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ഡുവൽ ഓപ്പറേഷൻ, ഇതിന് തന്നെ ഡുവൽ ഓപ്പറേഷൻ എ ഡോട്ട് 1 ഈക്വൽ ടു എ. ഇത് നമ്മൾ എന്താണ്? ആൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ തന്നെ കിട്ടും. ഓൾറൈറ്റ്, ഓക്കെ. സോ എന്താ നമ്മൾ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എന്ത് ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? യു ക്യാൻ സി എ ഡോട്ട് 0 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് വാല്യൂ ഓഫ് എ ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടുകയുള്ളൂ. ഓൾറൈറ്റ്, സോ ദിസ് ഈസ് കോൾഡ് ആസ് നൾ എലിമെന്റ്. നൾ എലിമെന്റിൽ നമ്മൾ എന്താണ്? ആ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ഏത് വേരിയബിൾ വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം? അതേ കോൺസ്റ്റന്റ് തന്നെ കിട്ടണം. അപ്പൊ ഏതൊക്കെയാണ്? എ ഓർ 1 ഈക്വൽ ടു 1, റൈറ്റ്. ഇതിന്റെ ഡുവൽ ആണ് എന്ത്? എ ഡോട്ട് സി. നമ്മൾ എന്ത് ചെയ്തു? ഓറിനെ ഡോട്ട് ആക്കി 1നെ 0 ആക്കുമ്പോൾ നമുക്ക് സെയിം തന്നെ കിട്ടണം, റൈറ്റ്. സോ പ്രൊഡക്റ്റിൽ 0 ആൻഡ് ഓറിംഗിൽ 1. ഓൾറൈറ്റ്, അതാണ് നൾ എലിമെന്റ്. ഇഡംപോർട്ടന്റ് അല്ലെങ്കിൽ ഐഡംപോർട്ടന്റ്, ഹൗവർ യു പ്രൊനൗൺസ്. ഇഡംപോർട്ടന്റ് ഓപ്പറേഷൻ എന്താ പറയുന്നത്? ഈസ് വൺ ദാറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ദ ഇൻപുട്ട് റിഗാർഡ്ലെസ് ഓഫ് ദി നമ്പർ ഓഫ് ടൈംസ് ദി ഓപ്പറേഷൻ ഈസ് അപ്ലൈഡ്. എന്തൊക്കെ ചെയ്താലും ഒരു കുലുക്കവും ഇല്ല, അതിനാണ് നമ്മൾ ഇഡംപോർട്ടന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓറിംഗ് എ വേരിയബിൾ വിത്ത് ഇറ്റ്സെൽഫ് റിസൾട്ട്സ് ഇൻ ഇറ്റ്സെൽഫ്. ഓൾറൈറ്റ്, സോ യു ക്യാൻ സി അതിന്റെ ഡുവൽ ആണ് ആൻഡിങ് എ വേരിയബിൾ വിത്ത് ഇറ്റ്സെൽഫ് റിസൾട്ട്സ് ഇൻ ഇറ്റ്സെൽഫ്. അത് നമുക്ക് നോക്കാം എന്താണ്. എന്താ പറയുന്നത്? എ ഓർ എ ഈസ് ഈക്വൽ ടു എ. അപ്പൊ ദാറ്റ് മീൻസ് എന്താണ്? എ വാല്യൂ 0 കൊടുക്കുവാണെങ്കിൽ 0 ഓർ 0 എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും, റൈറ്റ്. 1 ഓർ 1 എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് you can see regardless of the number of times. That means a or അങ്ങനെയും പോവാം, ഇഷ്ടംപോലെ a വാല്യൂ ആസ് ഫാർ ഇറ്റ് ഇസ് സെയിം, റൈറ്റ്. സെയിം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും? എപ്പോഴും a തന്നെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്താണ്? ഒരു എഫക്റ്റും വരുന്നില്ല, അത് a തന്നെ ആയിരിക്കും ഈൽഡ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഡുവൽ എന്തായിരിക്കും? എ ഡോട്ട് എ. അതും അത് തന്നെ ആയിരിക്കും തരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. എ എന്താ? സപ്പോസ് 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ 0.0 is equal to 0, 1.1 is equal to 1. അത് തന്നെ നമുക്ക് കിട്ടും. ഓൾറൈറ്റ്, സോ ഇതിന്റെ ഗേറ്റ് നമുക്ക് ഇവിടെ നോക്കാം. എ നമുക്ക് എന്ത് കിട്ടും? എ തന്നെ കിട്ടും. അതിന് ഡുവൽ ആയിട്ടുള്ള നമുക്ക് ആൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് തന്നെ കിട്ടും. ദീസ് ആർ വെരി സിമ്പിൾ തിയറംസ്. ഓക്കെ, സോ ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അഞ്ചാമത്തെ കോംപ്ലിമെന്റ്സ്. Complements of this theorem describes an operation of a variable with the variable's own complement. Okay, നമുക്ക് നോക്കാം. The ORing a variable with its complement will produce a logic 1. നമുക്ക് നോക്കാം എങ്ങനെയാണ്. See, നമ്മൾ സപ്പോസ് നമ്മൾ 0 കൊടുക്കുവാണ്,
എന്നിട്ട് നമ്മൾ പറയുകയാണ് ഓർ ഇതിന്റെ നെഗേഷൻ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടുള്ളൂ, റൈറ്റ്? അതുപോലെ തന്നെ നമ്മൾ 1 ഇട്ട് കൊടുക്കുവാണ് ആൻഡ് അതിന്റെ നെഗേഷൻ 0, അഗെയിൻ വി വിൽ ഗെറ്റ് 1. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് an ഓപ്പറേഷൻ ഓഫ് എ വേരിയബിൾ വിത്ത് വേരിയബിൾസ് ഓൺ കോംപ്ലിമെന്റ് വെച്ച് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, അതാണ് കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? നമ്മൾ ഓർ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതിന് ഡുവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും, റൈറ്റ്? യു ക്യാൻ സി. ഇതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, റൈറ്റ്? സപ്പോസ് 0 ആണെങ്കിൽ 0ന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1. അത് വെച്ച് ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. 1 ആണ് കൊടുത്ത അതിന്റെ കോംപ്ലിമെന്റ് എന്താണ്? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0. ഇതും ട്രൂ ആണ്. സോ ഇതിന്റെ ഡുവൽ ആണ് ഇത്. ഓൾറൈറ്റ്, സോ ഇതാണ് കോംപ്ലിമെന്റ്സ്. നൗ നെക്സ്റ്റ്, ഇൻവല്യൂഷൻ. ഇൻവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? An involution operation describes the result of double negation. ഒരു നെഗേഷന് വീണ്ടും നെഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ സിറ്റുവേഷനിലോട്ട് തിരിച്ചു പോകും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പെട്ടെന്ന് നമുക്ക് നോക്കാം. ടേക്കിംഗ് ദ ഡബിൾ ഓർ കോംപ്ലിമെന്റ് ഓഫ് എ വേരിയബിൾ. ഡബിൾ കോംപ്ലിമെന്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒറിജിനൽ വേരിയബിൾ നമുക്ക് കിട്ടും. എക്സാമ്പിൾ നോക്കാം. എ ബാർ, വീണ്ടും ഒരു ബാർ കൊടുക്കുവാൻ നമുക്ക് എന്ത് കിട്ടും? എ തന്നെ കിട്ടും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 1 ബാർ എന്ന് പറയുമ്പോൾ എന്താണ്? സോ 1 ബാർ സപ്പോസ് യു ക്യാൻ സി ഇവിടെ എ ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കുവാണ്. സോ എ ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇതിൽ വീണ്ടും ഒരു ബാർ വേണം, നമുക്ക് എന്ത് കിട്ടും? 1, വിച്ച് ഈസ് നത്തിങ് ബട്ട് എ. സോ എ ബാർ ഹോൾ ബാർ എന്തായിരിക്കും? എ ആയിരിക്കും. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. യു ക്യാൻ സി ഒരു നോട്ട് ഓപ്പറേഷൻ, അതിന് മേലെ വീണ്ടും ഒരു നോട്ട് ഓപ്പറേഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താണോ ഒറിജിനൽ കൊടുത്തത് അത് തന്നെ കിട്ടും. ഇറ്റ്സ് വെരി സിമ്പിൾ. അതിനെ ഇങ്ങനെ നമുക്ക് കാണിക്കാം, റൈറ്റ്? സോ ഇതാണ് ബേസിക് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, സോ ദിസ് ഇസ് കോൾഡ് ആസ് ഇൻവല്യൂഷൻ ഓപ്പറേഷൻ. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് നന്നായിട്ട് അറിയാം. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി, ഇതൊക്കെ നമ്മൾ മാത്സിൽ പറയുന്ന പോലെ. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ വ്യത്യാസം വരുത്തിയാലും എന്തായിരിക്കും? അതിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ചുരുക്കം. The term commutative is used to describe an operation in which the order of the quantities or variables in the operation have no impact on the result. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 2 + 3 എന്താണ്? 5 ആണ്. നമ്മുടെ നോർമൽ മാത്തമാറ്റിക്സ് അതെന്തായിരിക്കും? 3 + 2 ആയിരിക്കും. No issues. That means the addition എന്താണ്? commutative ആണ്. However, if I am saying 4 - 2 is equal to 2 - 4, no, this is wrong. Why? Because subtraction is not commutative, addition is commutative in mathematics. അല്ലേ? അപ്പോൾ commutative property എന്ന് പറയുമ്പോൾ എന്താണ്? It describes an operation in which the order of the quantities or variables in the operations have no impact on the result. ഓക്കെ, എങ്ങനെ നമ്മൾ തിരിച്ചു വെച്ചാലും റിസൾട്ട് സെയിം വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് commutative property ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് വേരിയബിൾസ് ഇൻ ആൻ ഓർ ഓപ്പറേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദി എൻഡ് റിസൾട്ട്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കണ്ടെന്താണ്? ഓർ ഓപ്പറേഷനിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അതുപോലെ ചേഞ്ചിങ് ദി ഓർഡർ ഓഫ് വേരിയബിൾസ് ഇൻ ആൻഡ് ഓപ്പറേഷൻ ഡസ് നോട്ട് ചേഞ്ച് ദി എൻഡ് റിസൾട്ട്. എക്സാമ്പിൾ, എ ഓർ ബി ഈസ് ഈക്വൽ ടു ബി ഓർ എ, റൈറ്റ്? കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്താലും ഇങ്ങനെ കൊടുത്താലും എന്തായിരിക്കും? നമുക്ക് ഔട്ട്പുട്ട് സെയിം ആയിരിക്കും കിട്ടുന്നത്. എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 1, റൈറ്റ്? അപ്പൊ എന്താണ്? 0 or 1 ഈസ് ഈക്വൽ ടു 1 or 0, റൈറ്റ്? ഇറ്റ് മേക്സ് സെൻസ്, റൈറ്റ്? അതുപോലെ ഡുവൽ, ഇതിന് ഡുവൽ എടുക്കുവാണെങ്കിലും നമുക്ക് അതേ റിസൾട്ട് തന്നെ കിട്ടും. എ ഡോട്ട് ബി, ഓറിനെ നമ്മൾ എന്താക്കി? ഡോട്ട് ആക്കി, ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ആൻഡ് ഓപ്പറേഷൻ നോക്കിക്കേ, എ ബി, ബി എ എഴുതിയാലും സെയിം റിസൾട്ട് തന്നെ കിട്ടും. സോ ഓറും ആൻഡിലും എന്താണ്? ഇത് കോമ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നു, റൈറ്റ്? നൗ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡിസ്ക്രൈബ്സ് an operation in which grouping of the quantities or variables in the operations have no impact on the result. അത് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? The grouping of variable doesn't impact on OR operation and also it doesn't impact on AND operation. എങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുക നോക്കിയാൽ you can see A or B, suppose A or B or C ആണ്, ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ എയും ബിനെ ആഡ് ചെയ്തു. നമ്മുടെ നോർമൽ മാത്സിന്റെ കാര്യം പറയുവാണെങ്കിൽ, സോ ആദ്യം എയും ബിനെ ആഡ് ചെയ്തു, പിന്നെ നമ്മൾ സിയും കൊണ്ട് ആഡ് ചെയ്തു. അതുപോലെ തന്നെ ആദ്യം നമ്മൾ എ ഓർ ബി ഓപ്പറേഷൻ ചെയ്തു, എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ വെച്ച് സി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓപ്പറേറ്റ് ചെയ്തു, റൈറ്റ്? ഇത് നമ്മൾ എ ആദ്യം ചെയ്യാതെ ബി ഓർ സിനെ ആദ്യം ചെയ്തു, എന്നിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് എനെ ചെയ്തു. ഇതെന്തായിരിക്കും? ഇത് രണ്ടും സെയിം ആൻസർ തന്നെ ആയിരിക്കും തരാൻ പോകുന്നത്. നമ്മുടെ മാത്സിൽ എങ്ങനെ? സപ്പോസ് 2 + 3 + 6, റൈറ്റ്? നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 2 + 3 ചെയ്തു 5, then +6 ചെയ്തു 11 കിട്ടി.
ഇതിന് വേറെ ഇതിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 2 + 3 + 6. നമ്മൾ ആദ്യം 6 + 3 ചെയ്തു 9, 9 + 2 ചെയ്തു നമുക്ക് എന്ത് കിട്ടി? 11. സോ എന്താണ് നമ്മുടെ അഡീഷൻ, മാത്തമാറ്റിക്കൽ അഡീഷനിൽ എന്താണ് ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും അത് തന്നെയാണ്. 3 × 4 × 5, ആദ്യം 3 × 4 ചെയ്യുക, അത് കഴിഞ്ഞിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 4 × 5 ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ. സോ എന്താണ് ഇത്? അസോസിയേറ്റീവ് ആണ്, റൈറ്റ്? സോ യു ക്യാൻ സീ ദ ഗേറ്റ്സ് ഓവർ ഹിയർ. എ ബി സി നമ്മൾ ഇതേപോലെ 3 കൊടുക്കും. അതിന്റെ അർത്ഥം എന്താണ്? ആദ്യം എ ബിനെ ഓർ ചെയ്തു, റൈറ്റ്? അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ആ കിട്ടിയ ആൻസർ വെച്ചിട്ട് സീനെ ഓർ ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി, റൈറ്റ്? സോ അതിന്റെ അർത്ഥം എന്താ? ആദ്യം നമ്മൾ എയിനെ കൊടുത്തു, പിന്നെ ബിയും സിനെയും ഒരുമിച്ച് കൊടുത്തു, എന്നിട്ട് രണ്ടും കിട്ടുന്ന വാല്യൂനെ വെച്ച് നമ്മൾ ഓർ ചെയ്ത് രണ്ടും സെയിം ആയിരിക്കും, റൈറ്റ്? അതിന് നമ്മൾ ഓർ വെച്ച് കാണിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഡുവൽ വെച്ച് കാണിക്കുവാണെങ്കിലും സെയിം സംഭവം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. A.B.C എന്ന് പറയുന്നത് A.B.C. ദാറ്റ് മീൻസ് A.B ആദ്യം ചെയ്യുന്നതും B.C ആദ്യം ചെയ്യുന്നതും കണക്കാണ്, റൈറ്റ്? അതിന്റെ പിക്ടോറിയൽ, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, റൈറ്റ്? ആദ്യം എ ബിനെ ഡോട്ട് ചെയ്തു, ദെൻ സി വെച്ചിട്ട് ഡോട്ട് ചെയ്തു. രണ്ടാമത്തേല് ആദ്യം എനെ വെറുതെ വിട്ടു, ബി സിനെ ഡോട്ട് ചെയ്തിട്ട് എനെ വെച്ചിട്ട് പിന്നീട് ചെയ്തു. സെയിം സംഭവം തന്നെ നമുക്ക് കിട്ടും. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോർ ആൻഡ് ഓർ ഹോൾഡ്സ്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ടേം ഇത് നമുക്കറിയാം. ഹൗ ആൻ ഓപ്പറേഷൻ ഓൺ എ പാരന്തസൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഈച്ച് ടേം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. നമുക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? A.B or C. നമ്മൾ നോർമൽ ഒരു മാത്തമാറ്റിക്സിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് 3 × 5 + 3, സോറി 5 + 2, 5 + 2 ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 × 5 നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്, റൈറ്റ്? 3 × 5 ദെൻ ഓർ അല്ല പ്ലസ്, നമ്മുടെ മാത്തമാറ്റിക്സിൽ പ്ലസ്, ദെൻ 3 × 2. ഇതിനെ നമ്മൾ എന്ത് പറയും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്ന് പറയും നമ്മൾ, ഓൾറൈറ്റ്? സോ ഇത് ഹോൾഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇത് ശരിയായിരിക്കും എന്നാണ് പറയുന്നത്. സോ ആൻ ഓപ്പറേഷൻ ഓൺ എ പാരന്തസൈസ്ഡ് ഓപ്പറേഷൻ ഓർ ഹയർ പ്രസിഡൻസ് ഓപ്പറേറ്റർ വിൽ ഡിസ്ട്രിബ്യൂട്ട്സ് ത്രൂ ഈച്ച് ടേം. ഓരോ ടേമിലും അത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നർത്ഥം, ഓൾറൈറ്റ്? യു ക്യാൻ സി ഓവർ ഹിയർ ഓൾസോ. അതിന്റെ ഡുവലും അതുപോലെ തന്നെ വർക്ക്. ഡുവൽ എന്ന് പറയുമ്പോൾ എ ഡോട്ട്, അതിന് പകരം എന്താണ്? എ ഓർ. പിന്നെ ഇവിടെ ഓർ ആണ്, അതിന് പകരം ഇവിടെ ഡോട്ട് കൊടുത്തു. സോ എന്താണ്? A.B.C എന്ന് പറയുമ്പോൾ A.B ഡിസ്ട്രിബ്യൂട്ട് ആയി, A.B. പിന്നെ ഈ സാധനമാണ് ഇവിടെ ഉള്ളത്, ആൻഡ് A.C. ഓൾറൈറ്റ്? ഇത് രണ്ടും എന്താണ്? ദിസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ്. നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചുരുക്കം. നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഓക്കെ? അത് ഒറിജിനൽ ഇതാണ്, റൈറ്റ്? അതിന്റെ ഡുവൽ ആണ്, റൈറ്റ്? രണ്ടും സെയിം തന്നെയാണ്, ഓൾറൈറ്റ്? സോ യു ക്യാൻ സി ദാറ്റ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്, റൈറ്റ്? എല്ലാ ടേംസിലും ഡിസ്ട്രിബ്യൂട്ടീവ് ആണ് ഒരു ഓപ്പറേറ്റർ വെച്ചിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അബ്സോർപ്ഷൻ എന്താ പറയുന്നത്? വെൻ മൾട്ടിപ്പിൾ ലോജിക് terms within an expression produce the same results. Okay, നമുക്ക് നോക്കാം. This allows one of the terms to be eliminated from the expression, thus reducing the number of logic operations. എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. You can see ഇവിടെ നമുക്ക് expression is of the form A or A.B. ഇവിടെ എന്താണ്? ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ ഇല്ലാതെ ആവുകയാണ്. എന്താ സംഭവിച്ചത്? അബ്സോർബ് ആവുകയാണ്. So you can see A or A.B is equal to A. ഇങ്ങനത്തെ പ്രോപ്പർട്ടി നമ്മൾ എന്ത് പറയും? അബ്സോർപ്ഷൻ തിയറം എന്ന് പറയും, റൈറ്റ്? അപ്പൊ എന്താ പറയുന്നത്? when multiple logic terms within an expression produces the same result, right? അപ്പൊ എന്താണ്? സെയിം റിസൾട്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റൈറ്റ്? this allows one of the terms to be eliminated from the expression. ആരാണ് എലിമിനേറ്റ് ആയത്? B. thus reducing the number of logic operation. obviously ഇത്രയും വലിയ എക്സ്പ്രഷനിൽ നിന്ന് എന്തായി? റെഡ്യൂസ് ആയി A മാത്രമായി മാറി. Okay, you can see A or A.B, right? A.B എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റ് എന്താ തരുന്നത്? അവസാനം A തന്നെയാണ് തരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡുവൽ എടുക്കുവാണെങ്കിൽ A or എന്തായി മാറും? ആൻഡ് ആയി മാറും, റൈറ്റ്? സോ യു ക്യാൻ സി സംതിങ് ലൈക്ക് ദിസ്. ഓർ എന്തായി മാറി? ആൻഡ് ആയി മാറി. ആൻഡ് എന്തായി മാറി? ഓർ ആയി മാറി. ഇവിടെയും എന്താണ്? A തന്നെയാണ്
വരുന്നത്. സോ വെൻ എ ടേം വിതിൻ ലോജിക് എക്സ്പ്രഷൻ പ്രൊഡ്യൂസസ് ദ സെയിം ഔട്ട്പുട്ട് ആസ് അനദർ ടേം, the second term can be removed without affecting the result. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ബിനെ നമുക്ക് മാറ്റാം without affecting the result. You can also see it like this, a or a dot b. സപ്പോസ് ഞാൻ എ കോമൺ എടുത്തു, അപ്പൊ എന്ത് കിട്ടും? 1 or എ പുറത്തെടുത്തു ബി. സോ യു ക്യാൻ സി 1 or b എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 തന്നെ. എനിത്തിങ് ഓറിംഗ് വിത്ത് 1 എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. ഞാൻ താഴെ എഴുതുവാണ്. സോ എ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. സോ യു ക്യാൻ സി, യു ക്യാൻ പ്രൂവ് ലൈക്ക് ദിസ് ഓൾസോ. ഓൾറൈറ്റ്, സോ ഇതാണ് പറയുന്നത്. ഓൾറൈറ്റ്, ഇതാണ് മീൻ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഈസ് യുണൈറ്റിംഗ്. യുണൈറ്റിംഗ് എന്താ പറയുന്നത്? ഓക്കെ, സോ യുണൈറ്റിംഗ് തിയറം, ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്പൈനിങ് ഓർ മിനിമൈസേഷനും കൂടെ പറയാം. So it provides a way to remove variables from an expression when they have no impact on the outcome. അതായത് ഒരു കാര്യമില്ലാതെ ചില ആൾക്കാർ ഇരിക്കുമ്പോൾ അവരെ എടുത്ത് കളയുന്നതാണ് യുണൈറ്റിംഗ് ചെയ്യുന്ന പരിപാടി. Alright, so this theorem is one of the most widely used technique for the reduction of the number of gates needed in a combination logic circuit. കാരണം എന്താണ്? ഒരുപാട് ലോജിക് ഗേറ്റ്സ് വേണ്ടി വരും ഒരുപാട് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. ആ പരിപാടി ചെയ്യുന്നതാണ് യുണൈറ്റിംഗ് തിയറം ചെയ്യുന്നത്. ഓക്കെ, സോ എന്താ ചെയ്യുന്നത്? യു ക്യാൻ സി എ ഡോട്ട് ബി ഓർ എ ഡോട്ട് ബി ഡാഷ് എന്ന് പറഞ്ഞ എന്താണ്? എ തന്നെയാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ, സോ യു ക്യാൻ സി, ഇതിനകത്ത് നമ്മൾ എ കോമൺ എടുക്കുവാണെങ്കിൽ യു ക്യാൻ സി ബി ഓർ ബി ഡാഷ്. അതിന്റെ അർത്ഥം എന്താ? ബി ഓർ ബി ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി 0 ആണെങ്കിൽ ബി ഡാഷ് എന്തായിരിക്കും? 1 ആയിരിക്കും. ബി 1 ആണെങ്കിൽ ബി ഡാഷ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എന്തായിരിക്കും? ഐദർ കേസ് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ദാറ്റ് മീൻസ് എന്താണ്? എ ഇത് മൊത്തം 1 ആവും. എ ഡോട്ട് 1 എന്ന് പറയുമ്പോൾ എന്താണ്? എ തന്നെയാണ്. സോ ഇങ്ങനത്തെ സിനാരിയോയിൽ എന്ത് പറയും? ഇങ്ങനത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇതിനെല്ലാത്തിനും യു ക്യാൻ സി, ഇതിനകത്ത് ഇത് താഴെ ഒരു ചെയ്തിട്ടുണ്ട്, ഒരു ആൻഡ് ഗേറ്റ്, വീണ്ടും ഒരു ആൻഡ് ഗേറ്റ്, പിന്നെ ഒരു ഓർ ഗേറ്റ്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? കാരണം എന്താണ്? എ ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. സോ ഇത്രയും കാര്യത്തിൽ നമുക്ക് എന്ത് സിംപിളി എ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ബിയും ബി ഡാഷും ഇതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡുവലാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. റൈറ്റ്, സോ എ ഓർ ബി ഡോട്ട് എ ഓർ ബി ബാർ, അതും എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും. ഓൾറൈറ്റ്, സോ വെൻ എ വേരിയബിൾ ബി ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെന്റ് ബി ബാർ, ഇത് 0 അല്ല ബി ബാർ ആണ്, അപ്പിയർ ഇൻ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ടേംസ് വിത്ത് കോമൺ വേരിയബിൾ എ വിതിൻ എ ലോജിക് ഓർ ഓപ്പറേഷൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുവാണ് വെർബലി. ദ വേരിയബിൾ ബി ഡസ് നോട്ട് ഹാവ് എനി എഫക്ട് ഓൺ ദ റിസൾട്ട് ആൻഡ് ക്യാൻ ബി റിമൂവ്ഡ്. അതാണ് നമ്മളിപ്പോ നോക്കിയത്. ഇതിന് നമ്മൾ എന്ത് പറയും? യുണൈറ്റിംഗ് എന്ന് പറയും. നൗ ഡി മോർഗൻസ് തിയറം. ഡി മോർഗൻസിന്റെ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഡുവാലിറ്റി ആണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇതിനെ ജസ്റ്റ് നമ്മൾ ഡി മോർഗൻസ് തിയറം എന്നാണ് പറയുന്നത്. സോ വെൻ എവർ യു ഹിയർ ഡി മോർഗൻസ് തിയറം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. അതെന്താണ്? അത് ഡുവാലിറ്റി പ്രിൻസിപ്പൾ എന്ന് പറയും. റൈറ്റ്, സോ രണ്ടും ഡി മോർഗൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. സോ ആൻഡ് ഓർ, ഇതെന്താ പറയുന്നത്? ഡി മോർഗൻസ് തിയറം, ആൻഡ് ഓർ ഓപ്പറേഷൻ വിത്ത് ബോത്ത് ഇൻപുട്സ് ഇൻവേർട്ടഡ് ഈസ് ഈക്വലന്റ് ടു ആൻ ആൻഡ് ഓപ്പറേഷൻ വിത്ത് ദ ഔട്ട്പുട്ട് ഇൻവേർട്ടഡ്. എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കാണാം. സപ്പോസ് ഇതാണ് എക്സാമ്പിൾ നമ്മുടെ എ ബാർ ഓർ ബി ബാർ. ഓക്കെ, ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ്. എന്ത് ചെയ്യുവാണ് നമ്മൾ? യു ക്യാൻ സി ആൻ ഓർ ഓപ്പറേഷൻ വിത്ത് ബോത്ത് ഇൻപുട്സ് ഇൻവേർട്ടഡ്. ആൻ ഓർ ഓപ്പറേഷൻ വിത്ത് ബോത്ത് ഇൻപുട്സ് ഇൻവേർട്ടഡ്. ദാറ്റ് മീൻസ് രണ്ട് ഇൻപുട്ട് എന്താണ്? എയും ബിയും ആണ്. റൈറ്റ്, അത് രണ്ടിനെയും ഇൻവേർട്ട് ചെയ്തു. അപ്പൊ എന്താണ്? ഇപ്പൊ എന്താണ്? എ ബാർ ആണ്. അതിന് ഇൻവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ തന്നെ കിട്ടും, എയും ബിയും കിട്ടും. പിന്നെന്താ പറയുന്നത്? ഈസ് ഈക്വലന്റ് ടു ആൻ ആൻഡ് ഓപ്പറേഷൻ വിത്ത് ദി ഔട്ട്പുട്ട് ഇൻവേർട്ടഡ്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എ ബാർ ബി ബാറിനെ ഇൻവേർട്ട് ചെയ്തു, ഇതിനെ ഡോട്ട് ആക്കി. റൈറ്റ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ മൊത്തത്തിൽ ഇൻവേർട്ട് ചെയ്തു. റൈറ്റ്, സോ എന്തായിരിക്കും? ഇത് രണ്ടും സെയിം ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഡി മോർഗൻ എന്താ പറയുന്നത്? ഡി മോർഗൻ പറയുന്നത് നമ്മുടെ എക്സ്പ്രഷനിൽ എല്ലാ ഇൻപുട്സിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തും ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സെയിം തന്നെ ആയിരിക്കും. സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. റൈറ്റ്, ഡുവൽ എന്താ പറയുന്നത്? സി
and operation with both inputs inverted is equivalent to an OR operation with the output inverted. റൈറ്റ്, സെയിം സംഭവം തന്നെ. ഓൾ റൈറ്റ്, സോ എന്താ നമ്മൾ ചെയ്തത്, നമ്മുടെ ഇതിനകത്ത് ഇതാണ് നമ്മുടെ റൈറ്റ്, യു ക്യാൻ സി അതിന്റെ ഈക്വലന്റ് ആണ് ഇത്. ഓൾ റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു, എ ബി, യു ക്യാൻ സി എന്റെ ഇൻവേർട്ട് ചെയ്തു ഇവിടെ, യു ക്യാൻ സി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ബിനെ ഇൻവേർട്ട് ചെയ്തു, അതിൽ നമ്മൾ എന്ത് ചെയ്തു, ഓർ ഓപ്പറേഷനിലോട്ട് കടത്തി വിട്ടു. നമുക്ക് ഇവിടെ കിട്ടുന്ന എഫ് ഉണ്ടല്ലോ അത് സെയിം ആയിരിക്കും ഫോർ ദിസ് വൺ ഓൾസോ. എ ബി ആൻഡ് ഓപ്പറേഷനിൽ കൂടെ കടത്തിവിട്ട് ആ ഔട്ട്പുട്ടിന് നമ്മൾ ഇൻവേർട്ട് ചെയ്തു. റൈറ്റ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഔട്ട്പുട്ട് ഇൻവേർട്ടഡ്. റൈറ്റ്, അപ്പോ അത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലേ? ഓൾ റൈറ്റ്, ഇനി ഡുവൽ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. ഓക്കെ, എന്താണ് എ ഡോട്ട് ബി, സോറി എ ബാർ ഡോട്ട് ബി ബാർ. അതെന്തായിരിക്കും, എ ബാറിനെ നമ്മൾ എന്താക്കുക, എ ആക്കുക, ഡോട്ടിനെ സിംപ്ലി നമ്മൾ എന്താക്കുക, ഓറാക്കുക, ബി ബാർ നമ്മൾ ബി ആക്കുക, എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ഹോൾ ബാർ നമ്മൾ ചെയ്യുക. റൈറ്റ്, ഇത് രണ്ടും എന്താണ്, സെയിം തന്നെയാണ്. ഓൾറൈറ്റ്, അതാണ് ഡി മോർഗൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഓൾറൈറ്റ്, നൗ നമുക്ക് സമ്മറി നോക്കാം. എന്താണ്, യു ക്യാൻ സി ഇതാണ് ഒരു സമ്മറി. ഓൾറൈറ്റ്, എന്താണ്, ഐഡന്റിറ്റി നമ്മൾ പഠിച്ചു, നൾ പഠിച്ചു, ഇഡംപോർട്ടന്റ് എന്നാണ് പഠിച്ചു, കോംപ്ലിമെന്റ്, ഇൻവല്യൂഷൻ, അതുപോലെ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, അബ്സോർപ്ഷൻ, യുണൈറ്റിംഗ്, ഡി മോർഗൻസ്. ഇത്രയും അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സമ്മറി. ഓൾറൈറ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.